ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന പവർ ഗ്രൂപ്പിനോടാണ് തന്റെ യുദ്ധമെന്ന് ശ്വേതാ മേനോൻ. താൻ ഉയർത്തിയ യഥാർത്ഥ വിഷയങ്ങൾ മറച്ചുവെച്ച് നുണക്കഥകൾ പ്രചരിപ്പിക്കപ്പെടുകയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. റിപ്പോർട്ടിലെ ആരോപണ വിധേയർ ഒരിക്കലും അമ്മയുടെ തലപ്പത്ത് വരില്ല എന്നും ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. സജോ ദേവസ്യ തുടരുകയാണ്. സജോ, അപ്പോൾ താൻ കീഴടങ്ങില്ല എന്ന് മാത്രമല്ല, തന്നെ നിശബ്ദയാക്കാൻ ഉദ്ദേശിക്കുകയും വേണ്ട, കൂടുതൽ കരുത്തോടുകൂടി പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇതാണ് ശ്വേത വ്യക്തമാക്കുന്നത്, അല്ലേ സജോ? ഷിഹാസ്, ശ്രുതി, താരസംഘടനയായ അമ്മയിലെ നിയമപോരാട്ടം, തർക്കങ്ങൾ ഒക്കെ തൽക്കാലം തീരില്ല എന്ന കാര്യം ഉറപ്പാണ്. പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നു. ഇതിനിടെ നിയമപോരാട്ടം തുടരുന്നു. താരസംഘടനയുടെ തലപ്പത്ത്, അതായത് അധ്യക്ഷ പദവിയിൽ സാങ്കേതികമായി ഇപ്പോഴും ശ്വേതാ മേനോൻ തന്നെയാണ് തുടരുന്നത്. അതിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു പിന്മാറ്റത്തിന് ഒരുക്കമല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ശ്വേതാ മേനോൻ. നേരത്തെ അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നു. അതിനുശേഷം അതിലുള്ള ശ്വേതയുടെ നിയമപോരാട്ടം തുടരുകയാണ്. മറിച്ച് എതിർ ഭാഗത്തിന്റെ നിയമപോരാട്ടം തുടരുകയാണ്. അതിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് താൻ തയ്യാറല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ശ്വേത. ഇനിയും അവിടെ തുടരരുത് എന്ന് ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. കാരണം രാജിയൊക്കെ പ്രഖ്യാപിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് ശ്വേത. പക്ഷെ പിന്നീട് തിരികെ അതേ പദവിയിൽ താൻ തുടരും, അഴിമതിക്കെതിരായ പോരാട്ടമാണ് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയാണ്. അതിലവർ പറയുന്നത് ഹേമ കമ്മിറ്റിയിലടക്കം പരാമർശിക്കപ്പെട്ട ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നവർ താരസംഘടനയുടെ തലപ്പത്ത് വരില്ല, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും, താൻ നിശബ്ദ ആവുകയില്ല, പിന്മാറുകയില്ല എന്നവർ ആവർത്തിച്ച് പറയുകയാണ്. ഇതുകൂടാതെ ശ്വേത നേരിട്ടൊരു പ്രധാനപ്പെട്ട ആരോപണം അത് ജനറൽ ബോഡിയിലടക്കം ഉന്നയിക്കപ്പെടുകയും പിന്നീട് അതിനുശേഷം താരങ്ങൾ പുറത്ത് ഉന്നയിക്കുകയും ചെയ്ത ശ്വേതാ മേനോന്റെ BJP ബാന്ധവമാണ്. അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPക്ക് അഥവാ NDAക്ക് താരങ്ങളായ സ്ഥാനാർത്ഥികളെ നൽകാനായി പണം കൈപ്പറ്റി എന്ന ആക്ഷേപമാണ്. ആ ആക്ഷേപത്തെ നിഷേധിക്കുകയാണ് ശ്വേതാ മേനോൻ ചെയ്യുന്നത്. പല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വിവിധ രാഷ്ട്രീയ ബാന്ധവമുള്ള ആളുകളുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു ആരോപണം മുൻപ് വന്നിട്ടില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗങ്ങളായവർക്ക് CPM, കോൺഗ്രസ്, BJP ആഭിമുഖ്യമുള്ള പലരുമുണ്ട്. പക്ഷെ തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിച്ചിട്ടില്ല. ജനറൽ ബോഡിയിൽ പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. പക്ഷെ അവന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്തുകൊണ്ട് വന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ കിട്ടാൻ തനിക്ക് കോടിക്കണക്കിന് രൂപ നൽകേണ്ടി വന്നു എന്ന ആരോപണത്തിന്റെ യുക്തി മനസ്സിലായില്ല എന്നവർ പറയുകയാണ്. എന്ന് വെച്ചാൽ BJPയിൽ നിന്ന് ഇങ്ങനെ പണം സ്വീകരിച്ചു എന്ന ആക്ഷേപത്തെ അവർ സമ്പൂർണ്ണമായി നിരാകരിക്കുകയാണ്. അങ്ങനെയുള്ള ആരോപണം ശരിയല്ല, ഇതിന്റെ ലോജിക്ക് വ്യക്തമാക്കണം. അങ്ങനെ ഒരു വലിയ ദേശീയ പാർട്ടിയാണല്ലോ BJP. ആ BJP NDAക്ക് താരസ്ഥാനാർത്ഥികളെ കിട്ടാൻ തനിക്ക് എന്തിനാണ് പണം തരുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. തനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ബന്ധം ഉണ്ടെങ്കിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ല, അങ്ങനെ തുറന്നു പറഞ്ഞാൽ എനിക്കൊരു നഷ്ടവും ഉണ്ടാവുകയില്ല എന്ന് ശ്വേതാ മേനോൻ ഈ കുറിപ്പിൽ പറയുകയാണ്. തുടർന്ന് കലാകാരന്മാരെ സ്നേഹിച്ചത് രാഷ്ട്രീയ അതീതമായാണ് എന്നെല്ലാം പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇതുവരെ പറയാതിരുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട എന്ന് കരുതിയത് കൊണ്ടാണ് എന്നവർ പറയുകയാണ്. ഇത്തരം ചില ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് യഥാർത്ഥ വിഷയത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് എന്നുകൂടി പറയുകയാണ്. പിഷാരടി ഉൾപ്പെടെ, അതായത് അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടത് പിഷാരടിയായിരുന്നു. പിന്നീട് നിയമപോരാട്ടം അതിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിഷാരടി ഉൾപ്പെടെ അംഗീകരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ എന്ന് ശ്വേത ഈ കുറിപ്പിൽ പറയുന്നത് പിഷാരടിയുമായുള്ള ഒരു സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തേക്ക് വന്നിരുന്നു. അതിനെക്കുറിച്ചും വിവാദമുണ്ട്, തർക്കമുണ്ട്. അപ്പോൾ അതിൽ അംഗീകരിച്ചു എന്നാണ് ശ്വേത പറഞ്ഞു വെക്കുന്നത്. ചുരുക്കത്തിൽ താരസംഘടനയിലെ നിയമപോരാട്ടം ഉടനൊന്നും തീരില്ല എന്നാണ് കാണേണ്ട ഒരു കാര്യം. നേരത്തെ മുൻസിഫ് കോടതി അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർക്ക് അഥവാ സ്പെഷ്യൽ കമ്മിറ്റിയുടെ കൺവീനർ തുടരുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതിലെ നിയമപോരാട്ടം തുടരുകയാണ്. ഫലത്തിൽ താരസംഘടനയുടെ നിയന്ത്രണം കൈവിടാൻ താൻ ഒരുക്കമല്ല, തയ്യാറല്ല. ഇതിലൊരു വിട്ടുവീഴ്ചയോ സമവായമോ ഇല്ല. നിയമപോരാട്ടത്തിലൂടെ അത് ഉറപ്പിക്കും. താരസംഘടനയുടെ അധ്യക്ഷ പദവിയിൽ തുടരും, അല്ലെങ്കിൽ അത് നിയമപോരാട്ടത്തിലൂടെ വീണ്ടും ഉറപ്പിക്കും. അതിൽ നിന്ന് വിട്ടുപോവുക, വിട്ടുവീഴ്ചയ്ക്ക് ഏതെങ്കിലും നിലയ്ക്ക് വഴങ്ങില്ല എന്നുകൂടി പറയുകയാണ് ശ്വേതാ മേനോൻ. സ്വാഭാവികമായും ആ സംഘടനയുടെ നിയന്ത്രണം, അതിനെ ചൊല്ലിയുള്ള നിയമപോരാട്ടമൊക്കെ കൂടുതൽ ശക്തിയായി തുടരും എന്നുകൂടിയാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ ശ്വേതാ മേനോൻ പറഞ്ഞു വെക്കുന്നത്.